നമസ്കാരം. കച്ചവടത്തിലും മതം വന്നു. ഇതാ മതപരമായിട്ടുള്ള വിവേചനം കാണിക്കുന്നേ, ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നേ. ഈ നിലവിളി ഉയരുന്നത് അങ്ങ് യു.പിയിൽ നിന്നാണ്. മുസാഫർ നഗറിലൂടെ കടന്നു പോകുന്ന കാവഡ് തീർത്ഥാടനത്തിൽ ചില നിബന്ധനകൾ, ചില വ്യവസ്ഥകൾ കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ, പോലീസ് സംവിധാനങ്ങൾ അവിടുത്തെ വ്യാപാരികളോട് നൽകിയ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിലവിളികൾ ഉയരുന്നത്. ഇന്നിതാ പ്രധാനമന്ത്രിക്ക് മുസ്ലിം ലീഗിൻ്റെ എം.പിമാർ ഒരു പരാതിയും നൽകുന്ന സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. എന്താണ് ഇവർ ആരോപിക്കുന്നത്? ഞങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ മതം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നിർദ്ദേശം വരുന്നു. ഇത് മതപരമായിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. മതവിവേചനം കച്ചവട സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് നിലവിളി. അപ്പോൾ യഥാർത്ഥത്തിൽ മുസാഫർ നഗറിലൂടെ കടന്നു പോകുന്ന ഈ തീർത്ഥാടന യാത്രയിൽ തീർത്ഥാടകരുടെ വ്രതശുദ്ധിക്ക് ഭംഗം വരരുത് എന്ന് വളരെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് അവിടുത്തെ സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ ഭരണ കക്ഷിയോട് പരാതിപ്പെടുന്ന ഭരണകക്ഷിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മത ന്യൂനപക്ഷ സംഘടനകളുമൊക്കെ ഒന്നാലോചിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഭക്ഷണത്തിൽ മതം കലർത്തിയ ആദ്യത്തെ വിഭാഗം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? ഹലാൽ ഹോട്ടലുകൾ എന്ന് ബോർഡ് വച്ച് മതവിശ്വാസികളായിട്ടുള്ള കസ്റ്റമറെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള കച്ചവട തന്ത്രം ആരാണ് ആദ്യമായിട്ട് വിപണിയിലേക്ക് കൊണ്ടുവന്നത്? ഇതെല്ലാം നാം പരിശോധിക്കുമ്പോൾ മതം എല്ലാ കാര്യങ്ങളിലും, വിദ്യാഭ്യാസത്തിലും ഭക്ഷണത്തിലും യാത്രയിലും എല്ലാ കാര്യങ്ങളിലും ഈ മതം കലർത്തിയ വിഭാഗം തന്നെയാണ് ഇപ്പോൾ അലമുറയിട്ട് നിലവിളിക്കുന്നത്. ഞങ്ങളെ മതവിവേചനം നടത്തി തരം താഴ്ത്തുന്നു എന്ന്. എന്താണ് സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞത് ഹിന്ദു തീർത്ഥാടകരാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് തന്നെ അവരുടെ വ്രതശുദ്ധിക്ക് ഭംഗം വരാൻ പാടില്ല. അങ്ങനെ വ്രതശുദ്ധി ഭംഗം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ മതവിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടാനും പാടില്ല. അങ്ങനെ അത്തരത്തിലൊരു സംഘർഷവും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി മുൻകൂട്ടി തീർത്ഥാടകർക്ക് സുഗമമായിട്ട് അവരുടെ വ്രതശുദ്ധിക്കനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥം തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് ഏത് കടയിൽ നിന്ന് തങ്ങൾക്ക് കഴിക്കണമെന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ അന്യമതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ഭക്ഷണശാലയുടെ മുന്നിൽ അവരവരുടെ പേര് വിവരങ്ങളും വിലാസവും മുന്നിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവരുടെ പേര് വിവരങ്ങൾ മുന്നിൽ പരസ്യപ്പെടുത്തുന്നത് ഇത്ര അപമാനകരമായിട്ട് ചിന്തിക്കേണ്ട സാഹചര്യം എന്താണ് ഈ ഭാരതത്തിൽ? അങ്ങനെ സ്വന്തം പേരും സ്വന്തം മതവും ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേരുമൊക്കെ സ്വന്തം സ്ഥാപനത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അഭിമാനമായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇത് എൻ്റെ പേരും എൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വിവരം പരസ്യപ്പെടുത്തുന്നത് അപമാനമായിട്ട് ചിന്തിക്കുവാനുള്ള സാഹചര്യം എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മതപരമായിട്ടുള്ള വിവേചനം അത് അല്ല ശരിക്കും നടന്നിരിക്കുന്നത്. ഈ മതപരമായിട്ടുള്ള വിവേചനം ഭക്ഷണത്തിൽ ഒരു മനുഷ്യനെയും നിത്യജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ കലർത്തിയ ആ മതവിഭാഗം ഇന്ന് അവരവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ തയ്യാറാകാത്തത് അത് കച്ചവടത്തിൻ്റെ കാപഢ്യ ബുദ്ധിയാണ്. ഇത് ഹിന്ദു തീർത്ഥാടകരെ തങ്ങളുടെ ഭക്ഷണശാലയിൽ അവരുടെ വ്രതശുദ്ധിക്കും മത ആചാരങ്ങൾക്കും എതിരായിട്ട് നിർമ്മിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ കൂടി വിറ്റ് പണം സമ്പാദിക്കണം എന്നുള്ള സ്വാർത്ഥമായിട്ടുള്ള വ്യാമോഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പ്രതിഷേധമുയരുന്നത്. ഈ പ്രതിഷേധം വില പോകുന്ന ഒന്നല്ല. ഇത് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹലാൽ ഹോട്ടലുകൾ നടത്താൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇത്തരത്തിൽ മതവൽക്കരിച്ച് നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്നു എങ്കിൽ ഈ ഹൈന്ദവ തീർത്ഥാടകർക്ക് അവരുടെ തീർത്ഥാടന സമയത്ത് ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ ആഹാരം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കയറി അവരുടെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് കഴിച്ച് ആ തീർത്ഥാടനം പൂർത്തിയാക്കാനുള്ള അവകാശം അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മത ന്യൂനപക്ഷ സംഘടനകളുടെയോ മുസ്ലിം ലീഗിൻ്റെയോ
സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഈ ജിഹാദി ഗ്രൂപ്പുകളുടെയോ ഒന്നും ഇത്തരത്തിലുള്ള ഈ പരാതികൾ ഇത് പ്രായോഗികമല്ല. ഇതിനെ തികഞ്ഞ അവജ്ഞയോട് കൂടിയിട്ട് തന്നെയാണ് പൊതുസമൂഹം കാണേണ്ടത്. ഇതിനെ തള്ളിക്കളയേണ്ടത് അനിവാര്യമായിട്ടുള്ള വസ്തുതയാണ്. ഏതായാലും ഇത്തരത്തിൽ തീർത്ഥാടകരെ സഹായിക്കുന്ന തരത്തിലുള്ള ആ വ്രതശുദ്ധി നിലനിർത്തിക്കൊണ്ട് തീർത്ഥാടനം പൂർത്തിയാകുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുത്ത യു പിയുടെ സർക്കാരിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്താം. നമസ്തേ.